100 രൂപ മുതൽ കൈത്തറി വസ്ത്രങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലം പറയട്ടെ. ഓണം ഇങ്ങെത്താറാകുമ്പോൾ ബാലരാമപുരം ഒറ്റത്തെരുവിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. പതിവ് പോലെ ഇത്തവണയും ഒറ്റത്തെരുവിൽ സ്റ്റോളുകളൊക്കെ നിരന്നു കഴിഞ്ഞു. 100 രൂപയ്ക്ക് മുതൽ തുടങ്ങുന്ന സാരികൾ. 1200 രൂപയ്ക്കുള്ള സാരി ഇപ്പോൾ 350 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കേട്ടോ, നോക്ക്, ഇതിവിടെ 350 രൂപയാണ്. ഇത് ബാലരാമപുരത്തെ ഒറ്റത്തെരുവിനകത്തുള്ള സാരി ഹൗസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഷോപ്പാണ്. ഓണമാകുന്ന സമയത്ത് ഇവർ സ്ഥിരമായി ഇവിടെ ഇങ്ങനെ ഒരു ഷോപ്പ് ഇടാറുണ്ട്. 1300 രൂപയുടെ സാരിയൊക്കെയാണ് ഡിസ്കൗണ്ടിൽ 350 രൂപയ്ക്ക് കൊടുക്കുന്നത്. നമ്മൾ എന്തായാലും കസവ് സാരിയൊക്കെ മേടിക്കുമ്പോൾ മിക്കവാറും എല്ലാവരും വൺ ടൈം യൂസ് ആയിരിക്കും. ഓഫീസിലും സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാ വർഷവും കൈത്തറി സാരി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ചേർന്ന് സാരിയൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും ലാഭം തന്നെയാണ്. അവരൊന്നും ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള സാരികൾ എല്ലാ വർഷവും മേടിക്കാറില്ല. ഇത്തവണ 100 രൂപ മുതൽ സാരി ഉണ്ടെന്നാണ് കേട്ടോ ഇവർ പറഞ്ഞത്. ഈ കാണുന്ന സാരിക്ക് 720 രൂപയാണ്. ഈ കാണുന്ന സാരിക്കൊക്കെ 250 രൂപയാണ് കേട്ടോ. പിന്നെ പവർലൂം സാരിയും ഹാൻഡ്ലൂം സാരിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹാൻഡ്ലൂം ആവുമ്പോൾ അതിൻ്റെതായ വില കൊടുക്കണം. ചേച്ചിയുടെ കടയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത്. പുള്ളിക്കാരി ഇപ്പോഴും വളരെ സ്മാർട്ടായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. ഇത്രയും നല്ല സാരികളൊക്കെ 250 രൂപ റേഞ്ചിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ 250 രൂപ മാത്രമേ ഉള്ളൂ. പവർലൂം സാരികളൊക്കെയാണ് ഈ കുറഞ്ഞ റേറ്റിന് വരുന്നത്. ഹാൻഡ്ലൂം സാരി ആണെങ്കിൽ കസവിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് റേറ്റിന് വ്യത്യാസം വരിക. ഇത്തവണ ഇവർ ഒരുപാട് സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ആദ്യം പോയി മേടിക്കുന്നവർക്ക് നല്ല സാരികളൊക്കെ നോക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ. ഇനി ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഏത് ഷോപ്പാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം കേട്ടോ. ചായ കുടിക്കുന്നതിൻ്റെ അടുത്തായിട്ട് വീണ്ടും ഇതുപോലെ ഒരു കുഞ്ഞു ഷോപ്പ് വന്നിട്ടുണ്ട്. അവിടെയും നല്ല നല്ല സാരികൾ കിടപ്പുണ്ട്. പിന്നെ തെരുവിനകത്ത് വന്നു കഴിഞ്ഞാൽ കസവ് സാരികളുടെ ഒരു ലോകം തന്നെയാണ്. തെരുവിനകത്ത് വന്നപ്പോൾ കഴിഞ്ഞ വർഷത്തേനേക്കാളും വ്യത്യസ്തമായിട്ടൊരു ഷോപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സെറ്റ് കണ്ടോ, ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ. എൻഗേജ്മെൻറ്റിനൊക്കെ നമുക്ക് വിയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലെഹങ്കയാണ്. ഈ ഫുൾ സെറ്റിന് വരുന്നത് 7000 ആണ്. അത് ഫുൾ ആരി വർക്കാണ്. ബ്ലൗസ് ഫുള്ള് ആരി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഫുള്ള് അവർ കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ. സ്റ്റാർട്ടിങ് എത്ര മുതലാണ് ആരി വർക്ക്? നമുക്കിപ്പം ബ്രൈഡൽ ബ്ലൗസൊക്കെ ആരി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന 1000 തൊട്ടാണ്. പിന്നെ സ്റ്റിച്ചിങ് ചാർജ് 650 വരും. നമ്മൾ ഡിസൈൻ ഡീറ്റെയിലിംഗ് അനുസരിച്ചിട്ട് പ്രൈസിൽ ചേഞ്ചസ് വരും. കസ്റ്റമറിന്റെ ബഡ്ജറ്റ് എത്രയാണോ അതനുസരിച്ചിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. നോർമൽ ഒരു ബ്ലൗസ് ആണെങ്കിൽ ആരി വർക്ക് ഒന്നും ഇല്ലാതെ നോർമലി സിമ്പിൾ ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് കോസ്റ്റ് 350 ആണ് വരുന്നത്. ഓൺലൈൻ സർവീസ് അവൈലബിൾ ആണ്. ഡയറക്റ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്യാം. ഓൺലൈൻ വഴിയാണെങ്കിൽ അവർ മെഷർമെൻറ്റ് ചിലവർ അയച്ചു തരും. അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് വഴിയായാലും നമ്മൾ മെഷർമെൻറ്റ് എടുക്കും. മെഷീൻ എംബ്രോയിഡറി ഇല്ല, പ്യൂർലി ഹാൻഡ് വർക്കാണ്. ത്രെഡ് വർക്ക് ചെയ്യും. ത്രെഡ് വർക്ക്, ബീഡ് വർക്ക്, കട്ട് വർക്ക് എല്ലാ വർക്കും ചെയ്യും. ഇതിപ്പം ലെഹങ്ക ബ്ലൗസ് ആണ്. ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ലെഹങ്കയുടെ ടോപ്പാണ്. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഈ ഒരു ബ്ലൗസ് ചെയ്തെടുക്കാൻ നമുക്ക് 6000 ആണ് ബഡ്ജറ്റ് വരുന്നത്. അതെ, സ്കേർട്ട് ഇതിപ്പോ ഇതിന്റെ പേരാണ്. ഇതിന്റെ സ്കേർട്ടും ദുപ്പട്ടയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ ബഡ്ജറ്റ് 8000 ആണ്. റെഡിമെയ്ഡ് വാങ്ങാൻ പോയ ഏകദേശം 10,000. അതെ, about 10,000 ആവും. ആ ഒരു പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് എന്തുകൊണ്ട് ലാഭമാണ്? കാര്യം എന്തെന്ന് വെച്ചാൽ 8,000 ഹാൻഡ് വർക്കാണ്. ഫുള്ള് ഹാൻഡ് വർക്കുള്ള ഒരു ലെഹങ്കയാണ് കേട്ടോ. ഓണം ആയതുകൊണ്ടാണ് അവർക്ക് കുറച്ച് പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഷോപ്പ് ഇവിടെ ഇട്ടത്. മറ്റുള്ളവരെ അറിയണമല്ലോ. അപ്പൊ ഇവരുടെ ഷോപ്പ് വരുന്നത് ഇവിടെ ശാലിയർ തെരുവില് അഗസ്ത്യർ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് സൈഡ് ആയിട്ട് വരും. പേരെന്താ? ഐഷു എന്നാണ് കേട്ടോ പേര്. മറക്കല്ലേ ഏട്ടാ. ഇനി വരുന്നവരെന്തായാലും ജസ്റ്റ് ഇവിടെ ഒന്ന് കയറി എൻക്വയറി ഒക്കെ ചെയ്തിട്ട് പോകണം. നമുക്ക് വർക്ക് കണ്ടാലേ മനസ്സിലാവും. നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ. നല്ല ഫിനിഷിംഗ് വർക്കാണ്. കണ്ട ഒരു മെഷീനിൽ വർക്ക് ചെയ്തെടുത്തോലെ തോന്നും. അത്രയ്ക്ക് ഫിനിഷിങ്ങിലാണ് അവർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇവർ ആരി വർക്ക് ചെയ്ത് കൊടുക്കും. എന്നാലും ബ്രൈഡൽ ബ്ലൗസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1000 രൂപ മുതലാണ് കേട്ടോ. എന്തായാലും വർക്ക് നല്ല ഫിനിഷിംഗ് ആണ്. ബ്ലൗസിൽ മാത്രമല്ല, ജെൻസിൻ്റെ ഷർട്ടിലും ഇതുപോലെ ആരി വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അവർ പുതുതായി ലോഞ്ച് ചെയ്ത ഒരു ഡിസൈനാണ്. ഒരു കുഞ്ഞു സംരംഭമായിട്ട് തുടങ്ങിയതാണ്. ഇന്ന് അവർക്ക് ഒരുപാട് വർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓണത്തിന് പർച്ചേസ് ചെയ്യാൻ വരുന്നവർ ഇതാ ഈ കട ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോ. വർക്കൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇവിടെ കൊടുത്താൽ മതി. ഇവർ നന്നായിട്ട് ഡിസൈൻ ചെയ്ത്. കൈത്തറിയുടെ നാട് നമ്മുടെ ബാലരാമപുരം.
അതെ അതെ അതെ. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങുന്നേ ഉള്ളൂ. സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്, എല്ലായിടത്തും ഓഫറുകളൊക്കെ ഇട്ട് തുടങ്ങി. എല്ലാ വർഷവും ഓണക്കാലം ആകുമ്പോൾ യാത്ര ഇതുവഴിയായിരിക്കും. നമ്മളെ തെരുവ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പം നമ്മുടെ ബാലനാപുരത്തിൻ്റെ ഒരു പൈതൃകം എന്ന് പറയുന്നത്, ഇവിടുത്തെ ഒരു കാഴ്ചകളെന്ന് പറയുന്നത് ഓണാഘോഷക്കാലമാകുമ്പോൾ, ഓണക്കാലമാകുമ്പോൾ ഈ തെരുവിനകത്തുള്ള ഒരു മനോഹാരിതയാണ്. പഴയ കുറേ വീടുകളും 100 വർഷത്തിന് മേൽ പഴക്കമുള്ള വീടുകളും അതുപോലെ തന്നെ കൈത്തറി വസ്ത്രങ്ങളൊക്കെ വിൽക്കുന്ന കടകളുടെയൊക്കെ ഒരു മനോഹാരിത കാണണമെങ്കിൽ ഇതിലേ കൂടെ തന്നെ നടക്കണം. അപ്പോൾ ഈ വരുന്നവർക്ക് ഇത് കാഴ്ചകൾ കാണുന്നവർക്ക് ചായ കുടിക്കാൻ വേണ്ടി ചായക്കട അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് വെറൈറ്റീസ് ഇവിടെ വരും. ഇനി ഫുഡ് കഴിക്കാനായാലും ചെറിയ ലൈറ്റായിട്ടുള്ള ഫുഡുകളും സംഭവങ്ങളും എല്ലാം കൊണ്ട് ഇവിടെ നിറയും, ലൈറ്റുകൾ കൊണ്ട് നിറയും. അപ്പോൾ ആ ഒരു രീതിയാണ് ഇവിടെ. എന്തോ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കേട്ടോ.